മലയാളത്തിൽ ആക്ഷൻ അവതരണത്തിൽ മാറ്റം കൊണ്ടുവന്ന നടനാണ് ബാബു ആന്റണി. ബാബു ആന്റണി ചിത്രങ്ങൾക്ക് മിനിമം ഗ്യാരണ്ടിയുള്ള കാലവും ഉണ്ടായിരുന്നു. എന്നാൽ നിലനിൽപ്പിന്റെ ആക്ഷനിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ബാബു കുറെ കാലം മലയാള സിനിമയ്ക്ക് അന്യമായിരുന്നു. നല്ല കഥാപാത്രങ്ങളിലൂടെ തിരിച്ചെത്തുകയാണ് ആ നടൻ. ശ്രീ ബാബു ആന്റണി, അമിതാഭ് ബച്ചനെക്കാട്ടും പൊക്കമുള്ളൊരു നടനാണ് താങ്കൾ. അതിൻ്റെ അഹങ്കാരമുണ്ടോ? പൊക്കം മാത്രമല്ലേ കൂടുതലുള്ളൂ. അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ക്യാരക്ടറിനെ ഡീൽ ചെയ്യുന്നത് എനിക്ക് എപ്പോഴും അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ അണ്ടർ ദ സ്കിൻ ഓഫ് ദ ക്യാരക്ടർ പോകാമെന്നൊക്കെ പറയില്ല, അതുപോലെ ആ ഒരു ക്യാരക്ടറുമായിട്ട് ഇങ്ങനെ മേർജ് ചെയ്ത് പോകുന്നൊരു ആക്ടർ ഇന്ത്യയിലില്ല. അപ്പോൾ മുമ്പ് കണ്ട ഒരു ലുക്കിൽ നിന്നും വളരെ മാറിയിട്ടുണ്ട് താങ്കൾ. അത് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായൊരു മാറ്റം വരുന്നതാണോ, അല്ലെങ്കിൽ സ്വന്തം ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ? ഇല്ല, തീർച്ചയായിട്ടും കഥാപാത്രങ്ങൾക്കനുസരിച്ച് ഞാൻ മാറാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പം ഒരു കഥാപാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ കഥാപാത്രം ആകുക, ഉൾക്കൊള്ളുക. അതൊരു പരകായ പ്രവേശം കൊണ്ട് മാത്രമേ ഒരു നടന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു നടൻ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ യാതൊരു ചോയ്സും ഇല്ല. ഇറ്റ്സ് ലൈക്ക് എ സെൻറ്റ് ആരോ, ഹിറ്റ് ദ ടാർഗറ്റ്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനമില്ല, അത് ടാർഗറ്റ് കൊണ്ടില്ല, കൊള്ളാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തട്ടിവിടും. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്, ബാബു തന്നെ നന്നായിട്ട് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും വലിയൊരു അവാർഡ് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ലോകത്തിലെ ഏതെങ്കിലും അവാർഡ് കിട്ടുന്നിട്ട് കാര്യമില്ല. ജനങ്ങൾ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്ന ആ സ്വീകരണമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ തുടക്കത്തിലൊരു നെഗറ്റീവ് ജോർബയുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തത്. ഭരതേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അത്രയും വലിയൊരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് ഒരു നെഗറ്റീവ് കഥാപാത്രമാണെങ്കിൽ പോലും ഭയങ്കര ഡെപ്തുള്ളൊരു കഥാപാത്രമാണ് ജയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഒരു വില്ലൻ അത് കഴിഞ്ഞ് പിന്നെ പൂവിന് പുതിയ ഒന്നിൽ വേറൊരു ടൈപ്പ് നെഗറ്റീവ് കഥാപാത്രം ചെയ്തു. പിന്നെ അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞൊരു ഇമേജിലേക്ക് വന്നു. അതായത് ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ഗാന്ധാരി, കടൽ, ചന്ത, അങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ വന്നു. ആ കൂട്ടത്തിൽ തന്നെ അപരാഹ്നം, ശയനം പോലുള്ള പാരലൽ സിനിമകൾ അതായത് വന്നു. പിന്നെ പോകെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വൈശാലി ആദ്യം ചെയ്തിരുന്നു. അത് വലിയൊരു വൈശാലിയോട്ട് കിടക്കുമ്പോൾ 23-ാമത്തെ വയസ്സിലാണ് താങ്കൾ ഇത്ര പക്വമായ ഒരു മധ്യവയസ്കൻ്റെ വേഷം മനോഹരമായി അവതരിപ്പിച്ചത്. പിന്നീട് അത്തരം കാമ്പുള്ള വേഷങ്ങൾ താങ്കളെ തേടി വരാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? തേടി വരാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയും കാമ്പുള്ള കഥാപാത്രങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാനുള്ള ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സോ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പിന്നെ അത് യൂഷ്വൽ പറഞ്ഞതിനെ പോലെ ഒരു പ്രതിഭയ്ക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ പറ്റി ഇമാജിൻ ചെയ്യാനും അതുപോലെ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അന്നൊക്കെ പലരും എതിര് പറഞ്ഞാണ് ഞാൻ ഇത്രയും ചെറുപ്പമാണ്, പിന്നെ വേറെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്തു വന്ന ആളാണ്. പക്ഷേ ഭരതേട്ടന് ഫുൾ കോൺഫിഡൻസ് ആണ്. പുള്ളി പറഞ്ഞു ഒരു രാജ്യത്തെ രാജാവെന്ന് പറയുന്ന ആ രാജ്യത്തെ ഏറ്റവും വലിയ യോദ്ധാവാണ്. അപ്പോൾ യോദ്ധാവിൻ്റെ അപ്പിയറൻസ്, അയാൾ സംസാരിക്കുന്ന രീതി, അയാളുടെ ബോഡി മൂവ്മെൻറ്റ് എല്ലാം ഇവൻ കറക്റ്റാണ്. കാരണം ഇവനൊരു യോദ്ധാവാണ്. അപ്പോൾ ഇവനെ കൊണ്ട് അത് ജയിച്ചാൽ ശരിയാവുമെന്ന് പുള്ളിക്ക് തോന്നി. ഇപ്പോഴുള്ള വേറെ ആരാണെങ്കിലും ഒരിക്കലും നമ്മളിപ്പം ഞാനൊരു കംപ്ലൈൻ്റായിട്ട് പറയില്ല, പഴശ്ശിരാജ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ട് പോലും ഒരു പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യാൻ വളരെ യോഗ്യനായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ഒരു വളരെ വിദഗ്ധമായിട്ട് ഒഴിവാക്കി. മനസ്സിലായി? അതെനിക്ക് പറയുന്നതിന് എനിക്ക് യാതൊരു പേടിയില്ല, വളരെ വിദഗ്ധമായിട്ട് തന്നെ ഒഴിവാക്കിയതാണ്. കാരണം ജനങ്ങൾ വരെ താങ്കൾ ഇത്ര ധൈര്യത്തോടെ പറയുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു കോക്കസിലും താങ്കൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമോ പല സമയത്തും അവസരങ്ങൾ താങ്കൾക്ക് ലഭിക്കാതെ വന്നത്? തീർച്ചയായിട്ടും ഞാനൊരു കോക്കസില്ല. കാരണം ഞാൻ ഒരു കോക്കസിൽ നിന്നുകൊണ്ട് കളിക്കാൻ എനിക്ക് സാധിക്കും വേണം. അതിനുള്ളൊരു അറിവും വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കോക്കസിൽ നമ്മൾ കളിച്ചുകൊണ്ട് നമുക്ക് വെറൈറ്റി വേഷങ്ങൾ കിട്ടത്തില്ല. പിന്നെ അവർ പറയുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യണം, അവരുടെ അടിമയാകുക നമ്മൾ. ഇതിപ്പോൾ ഞാൻ ഇൻഡിപെൻഡൻറ്റ് ആക്ടറാണ്, ഐ എം ഹൈലി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ സെർവ് ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഞാൻ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ജനങ്ങളെയാണ്. അതിൽ നിന്നാണ് എനിക്ക് ഐ ആം മേക്കിംഗ് മൈ ബ്രെഡ്. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു കോക്കസിലും എനിക്ക് പെടാൻ ഇഷ്ടമല്ല, ഞാനൊരിക്കലും പെടത്തില്ല. അതുകൊണ്ടുള്ള ഒരു സമ്പാദ്യം എനിക്ക് ആവശ്യമില്ല. മലയാളത്തിലൊരിടയ്ക്ക് വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒച്ചയെടുക്കുന്ന, ഒരുപാട് ഡയലോഗ് അടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ താങ്കൾ വന്നപ്പോൾ താങ്കൾ ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആക്ഷൻ, അതായത് ഡയലോഗുകൾ കുറച്ച് ആക്ഷനിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈ ആക്ഷന് പ്രാധാന്യം കൊടുത്തത് ഇതേപോലെ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? താങ്കൾക്ക് ഡയലോഗ് പറയാൻ പറ്റാത്ത ഒരാൾ എന്നൊരു ലേബൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ വന്ന ആ സമയത്തുണ്ടായിരുന്ന ഈ പറഞ്ഞ വില്ലൻ വളരെ ലൗഡായിട്ടുള്ള ക്യാരക്ടേഴ്സായിരുന്നു. പിന്നെ വില്ലത്തനം എന്ന് പറഞ്ഞാൽ ഒരു റേപ്പ് അല്ലെങ്കിൽ മോളസ്റ്റിംഗ് വിമൻ അങ്ങനെയുള്ളതൊക്കെ ചെയ്യണമെന്നിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോൾ തന്നെ അത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഒരു വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് അല്ല അയാൾ ചെയ്യേണ്ടത്. ഇപ്പം ഭയങ്കര ഒരുപാട് പൈസ ഉള്ള ഒരു വില്ലൻ ആണെങ്കിൽ ഹി ക്യാൻ ഓൾവേസ് ഹയർ എ വുമൻ, അല്ലെങ്കിൽ ഒരു മാനിയാക്ക് ആയിരിക്കണം, റേപ്പിസ്റ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള ക്യാരക്ടർ ആയിരിക്കണം. അപ്പം ഞാൻ എൻ്റെ ഫിലിം മേക്കേഴ്സിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യില്ല. വേറെ ടൈപ്പ് വില്ലത്തരങ്ങൾ ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്.
ദർ ആർ സോ മെനി അതർ സ്റ്റോറീസ്. കഥാദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നത്, ഇഷ്ടംപോലെ കഥകൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇടുക്കി ഗോൾഡൊക്കെ കഥയില്ലായിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വളരെ സെറ്റിലായിട്ടേ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇവൻ തെലുങ്കൊക്കെ ഒരുപാട് സിനിമകൾ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പാച്ചിക്കയുടെ പൂവിന് പുതിയ പൂവും തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫാസിലിൻ്റെ ആ ഒരു ഇമാജിനേഷൻ, അങ്ങനെ ഒരു വില്ലനെ കൊണ്ടുവന്നത്, അതായത് വളരെ സെറ്റിലായിട്ട് യാതൊരു ലൗഡ് എക്സ്പ്രഷൻസും ഇല്ലാതെ വളരെ നീറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് വീണ് കിട്ടി. ഞാൻ ഇഷ്ടപ്പെട്ടതിന് വൈദ്യൻ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് അപ്പോൾ അത് ഞാൻ ഗ്രാബ് ചെയ്തു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു ജനങ്ങൾ തമിഴിലും. അപ്പോൾ എൻ്റെ തന്നെ 5 ഭാഷയിലേക്ക് അതുകൊണ്ട് റീമേക്ക് ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പോൾ തന്നെ ആ വില്ലൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു അതുവരെയുള്ള വില്ലൻ്റെ ഒരു ഇമേജ് അങ്ങ് മാറി. ഒരു കാലത്ത് ബാബു ആൻ്റണിയുടെ പടങ്ങൾ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള ചിത്രങ്ങളായിരുന്നു. താങ്കളുടെ ആക്ഷൻ ചിത്രങ്ങളെല്ലാം ഒരുപാട് പ്രേക്ഷകരും കയറിയ ചിത്രങ്ങളായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് ഒരു ബ്ലോക്ക് വന്നത്? ബ്ലോക്ക് വന്നത് ഞാൻ അത്തരം ചിത്രങ്ങൾ ചെയ്യാൻ ഞാൻ മടിച്ചു. കാരണം ഞാൻ ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരേ ടൈപ്പ് സിനിമകൾ, ഇപ്പോൾ ചന്ത കടൽ എന്നൊക്കെ പറഞ്ഞ സിനിമകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിരിക്കും, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ചെയ്ത സിനിമകളായിരിക്കും. പക്ഷേ അത് നിങ്ങൾ കഥ നോക്കിക്കഴിഞ്ഞാൽ നല്ല കഥാപാത്രങ്ങളുണ്ട്, നല്ലൊരു തുടക്കമുണ്ട്, നല്ലൊരു മിഡുണ്ട്, നല്ലൊരു അവസാനമുണ്ട്. അതുപോലെ ഞാൻ ഈ ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഈ എവരി റീൽ ഞാൻ അടിക്കാൻ അങ്ങനെയുള്ള ആക്ഷനൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. 1:3 എന്നുള്ള ഒരു റേഷ്യോ ഞാൻ കീപ്പ് ചെയ്യുന്നു. ഒരു സിനിമയിൽ 3 ഫൈറ്റ്, 1 ഇൻട്രൊഡക്ഷൻ ഫൈറ്റ്, 1 ഇടയ്ക്കൊരു ഫൈറ്റ്, പിന്നെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ്, ഇങ്ങനെ ഒരു ഫോർമുല ഞാൻ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഇത് നമുക്കൊരു 10 പടം ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ഐ കനോട്ട് കണ്ടിന്യൂ ലൈക്ക് ഇറ്റ്, ഒരു ചേഞ്ച് വേണം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കട്ട് മൈ ഹെയർ, ബിയർഡ് അതെല്ലാം ഷേവ് ചെയ്തു. അങ്ങനെ വേറൊരു ഇമേജിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഉത്തമൻ, അതുപോലെ തന്നെ ബ്ലാക്ക്, പിന്നെ വജ്രം, പിന്നെ യുഗപുരുഷനകത്തെ അയ്യങ്കാളി, പിന്നെ ഇപ്പം ഗ്രാൻഡ് മാസ്റ്ററിനകത്തെ വിക്ടർ, അപ്പം ഇടുക്കി ഗോൾഡ് വേറൊരു അപ്പിയറൻസ്. താങ്കൾ ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്താണ് ആക്ഷൻ സീക്വൻസുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ജാക്കി ചാൻ എന്ന് താങ്കൾക്ക് പേരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആക്ഷൻ കൂടുതൽ സ്റ്റൈലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സ്റ്റൈലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള എപ്പോഴും ഒരു റിയൽ, അതായത് ജെന്യുവൻ ആക്ഷനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ ദി ഡ്രാഗൺ അങ്ങനെയൊക്കെയുള്ള, ഇപ്പോൾ ജാക്കി ചാൻ ആണെങ്കിൽ പോലും ആദ്യത്തെ കുറേ സിനിമകൾ ജെന്യുവൻ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരുമാതിരി റോബോട്ടിക് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഹി ഹിംസെൽഫ് ഫെയിൽഡ്. ജനങ്ങൾ പുള്ളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഒറിജിനൽ റിയൽ മാർഷൽ ആർട്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അങ്ങനെ ഒരാൾ ഗിമ്മിക്സ് ആയിരിക്കില്ല. ഇപ്പോൾ ഉള്ള സിനിമയെ കാണുന്ന പോലെ ഒരാൾ ചുമ്മാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ താങ്കൾ പറന്നു പോയിട്ട് ആ ഭിത്തിയിലിടിച്ചിട്ട് അവിടെയുള്ള ഗ്ലാസ് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് അങ്ങനെ. അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ആക്ടേഴ്സിന് ബേസിക്കലി നല്ലൊരു കിക്കോ പഞ്ചോ ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കൂട്ടി കാണിക്കുകയാണ്. അതിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ നല്ലൊരു വില്ലനാണെങ്കിൽ നായകൻ അതിലും ശക്തനാവും. പക്ഷേ ഈയിടെ സിനിമയിൽ നായകന്മാർ അതിമാനുഷികന്മാരാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അങ്ങ് തെറിച്ചു പോവുകയാണ്. ആ ഒരു കാഴ്ചപ്പാടിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, അത് വളരെ അൺനാച്ചുറലാണ്. ഇപ്പോൾ ഞാനൊരു പടം അല്ലെങ്കിൽ എൻ്റെ ഫൈറ്റ്സുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചന്ത കടൽ അതിനകത്തൊക്കെ ഇങ്ങനെയുള്ള യാതൊരു അമാനുഷികതയില്ല. വളരെ ജെന്യുവനായിട്ട് നമ്മൾ വളരെ ഹോണസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളെ കാണിച്ച് നമ്മുടെ കൈയും കാലം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് ജനങ്ങളെ കാണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗിമ്മിക്സ് കൂടിയിട്ട് അന്നൊക്കെ എനിക്കൊക്കെ ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് ആവറേജ് സമയം കിട്ടിയ 6 hours-ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രത്യേകിച്ച് തമിഴിലെ ഫൈറ്റുകളൊക്കെ എടുക്കുന്നത് 1 മാസമൊക്കെയാണ് അവർ ഈ ഫൈറ്റ്സിന് വേണ്ടി ചിലവഴിക്കുന്നത്. ഒരുപാട് കമ്പിയൊക്കെ വലിച്ചു കെട്ടി, ഞാൻ ഐ കോൾ ദം കമ്പി സിനിമ, കമ്പി പടം. അങ്ങനെയുള്ള ആക്ഷൻ എനിക്ക് യാതൊരു താല്പര്യം. കുറച്ചൊക്കെ സ്റ്റൈലൈസേഷൻ ആവശ്യമാണ്, പക്ഷേ ഒരു അമാനുഷികത അത് എനിക്ക് അത്ഭുതമാണ് ഹീറോസ് സമ്മതിക്കുന്നത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ എന്നോടൊരാൾ പറയാം ഇങ്ങനെ കാണിച്ചാണ് തെറിച്ച് പോകുന്നത്, എനിക്ക് തന്നെ ഒരു ചമ്പലാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു അമാനുഷികത ഉണ്ടാകുന്ന സ്റ്റൈലൈസേഷൻ ഒരിക്കലും എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. താങ്കളൊരു ആക്ഷൻ ഓറിയൻറ്റഡ്, അതായത് പ്രൊഫഷണലായിട്ട് സ്റ്റണ്ട് പഠിച്ച കക്ഷിയാണ്. അപ്പോൾ പ്രൊഫഷണലായിട്ട് മാർഷൽ ആർട്സ് പഠിച്ച കക്ഷിയാണ്. അപ്പോൾ സഹതാരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ താങ്കൾക്ക് പേടിയൊന്നും പറഞ്ഞു, കാരണം താങ്കളുടെ ഒരു കിക്ക് അവർക്ക് കൊണ്ടാൽ ഏറ്റവും ബാധിക്കുന്ന അവരെയാണ്, താങ്കളെ അല്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അതെ, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോ ആർട്ടിസ്റ്റിന് സേഫായിട്ട് നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ മാർഷൽ ആർട്സിൽ കുറച്ച് ട്രെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ കൈയും കാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും. അവിടെ എനിക്ക് ഇപ്പോൾ ആൾ മൂവ് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ നമ്മളിങ്ങനെ പഞ്ച് ചെയ്യുക. അപ്പോൾ താങ്കൾ ഇവിടുന്ന് ഞാനിങ്ങനെ പഞ്ച് ചെയ്യുമ്പം യു ഹാവ് ടു മൂവ് ലൈക്ക് ദിസ്, ഇങ്ങനെ ആ റിയാക്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ആംഗിളിൽ നിൽക്കുമ്പോൾ പഞ്ച് കൊണ്ടുപോലെ തോന്നും. അപ്പോൾ താങ്കൾ മൂവ് ചെയ്തില്ലെങ്കിലും എനിക്കറിയാം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ യു ഗെറ്റ് ദ പഞ്ച്. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ എപ്പോഴും വാച്ച് ചെയ്യും, ഇങ്ങനെ വാച്ച് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുള്ളൂ ഇങ്ങനെ. അപ്പോൾ മൈ പ്രയോറിറ്റി ഈസ് ടു
പ്രൊട്ടക്ട് ദം. കാരണം കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ആക്ഷൻ സീക്വൻസ് ഇസ് വെരി റിസ്കി. കാരണം ഈ ഡയലോഗോ കോമഡി പറയുന്ന പോലല്ല. നമ്മൾ ഒരു സെക്കൻഡിൽ അപ്പം 1 2 3 4 5 ഇങ്ങനെ കുറേ ആക്ഷൻ ചെയ്യേണ്ടി വരും, കിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആ കോആർഡിനേഷൻ നോക്കണം, അതുപോലെ നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന മൂവ്മെൻറ്റ്സ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ അതിനുള്ള സമയം വളരെ കുറവാണ്. ഡയലോഗ് പറയാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ട്. തെറ്റിപ്പോയാലും യു ഡോണ്ട് ഗെറ്റ് ഹർട്ട്, ഐ ഡോണ്ട് ഗെറ്റ് ഹർട്ട്. ഫൈറ്റ് ഈസ് ഓൾവേസ് റിസ്കി. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഐ ക്യാൻ സ്ലിപ്പ് ആൻഡ് ഫോൾ. ആ ബാക്ക് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ വീണ് കഴിഞ്ഞാൽ ഐ ക്യാൻ ബി ഇമ്മൊബൈൽ ഫോർ മൈ ലൈഫ് ടൈം. സോ ഓഡിയൻസിനും ഒരിക്കലും വി ഹാവ് ടു ബി ഓണസ്റ്റ് വിത്ത്. അവരെ കളിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ